ഹലോ, എല്ലാവർക്കും എം കെ ഡീറ്റെയിൽ ടെക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആംബിയർ മീറ്ററും വോൾട്ട് മീറ്ററും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സ്വിച്ച് ബോർഡ് ആണ്. സീരീസ് കണക്ഷൻ സ്വിച്ച് ബോർഡാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അത് അങ്ങനെ ഇതാണ് സാധനം. അപ്പോൾ ഈ ആംബിയർ മീറ്റർ കണക്ട് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ അത് കണക്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഇവിടെ കാണുന്ന LED DC ഇൻഡിക്കേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രാം ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ 3 കോയർ വയറിൻ്റെ അതായത് റെഡും ഗ്രീനും ബ്ലാക്കുമാണ് വരുന്നത്. അതായത് ഗ്രീന് എർത്തും റെഡ് ഫേസും ബ്ലാക്ക് ന്യൂട്രൽ. ആ റെഡ് എടുത്തിട്ട് ഫ്യൂസിൻ്റെ മുകളിലത്തെ ആ കണക്ഷനിൽ കണക്ട് ചെയ്തു. അതേമാതിരി ഗ്രീന് എർത്തിലും കണക്ട് ചെയ്തു. ന്യൂട്രൽ ഇൻഡിക്കേറ്ററിൻ്റെ ന്യൂട്രലിലും കണക്ട് ചെയ്തു, ഒരു പിന്നിലും കണക്ട് ചെയ്തു. ഫേസിൻ്റെ അതായത് ഫ്യൂസിൻ്റെ അടിയിലോട്ട് പോയിട്ട് അതായത് ഔട്ട് വരുന്നത് നമ്മൾ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലോട്ട് എടുത്തിട്ട് അത് നേരെ സ്വിച്ചിൻ്റെ മുകളിലത്തെ പോയിന്റിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അതവിടെ ജോയിൻ്റ് അടിച്ച് എന്താണെന്ന് വെച്ചാൽ തിക്ക് കൂടുതലായതുകൊണ്ട് ആ സ്വിച്ചിൻ്റെ ഉള്ളിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു വയർ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. സ്വിച്ചിൻ്റെ അടിഭാഗത്തെ കണക്ഷൻ എടുത്തിട്ട് നമ്മൾ പ്ലഗിലേക്കും കൊടുത്തു. ഇപ്പം ന്യൂട്രലൊക്കെ കോമൺ ആണ്. അത് ഇൻഡിക്കേറ്ററിൻ്റെ ആയാലും പ്ലഗിൻ്റെ ആയാലും എല്ലാത്തിനും കോമൺ ആയിട്ടാണ് വരുന്നത്. ബൾബിന് പോകുന്നത് അതായത് സീരീസ് ബൾബിൻ്റെ ഹോൾഡറിലേക്ക് പോകുന്നതും ന്യൂട്രൽ ഫുള്ളി കോമൺ ആണ്. അതേമാതിരി ഈ ഇൻഡിക്കേറ്ററിൽ LED ഇൻഡിക്കേറ്ററിനും ന്യൂട്രൽ കോമൺ ആണ്. ഇൻഡിക്കേറ്ററിലേക്ക് ന്യൂട്രലും ഫേസും വരുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ആംബിയർ മീറ്ററിലേക്ക് ഡയറക്റ്റായിട്ട് ആ യെല്ലോ കളർ വയർ ആംബിയർ മീറ്ററിനാണ് അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ആംബിയർ മീറ്ററിലേക്ക് കൊടുത്താൽ മതി. ഈ കാണുന്ന സ്വിച്ചിൻ്റെ അടിഭാഗത്തു നിന്ന് നമ്മൾ 2 പിൻ സോക്കറ്റിൻ്റെ ഒരു പോയിന്റിലേക്ക് കൊടുക്കുക. എന്നിട്ട് സോക്കറ്റിൻ്റെ മറ്റേ പോയിൻ്റിൽ നിന്ന് നമ്മൾ നേരിട്ടിട്ട് ബൾബിൻ്റെ ഹോൾഡറിലേക്ക് കൊടുക്കുക. ഹോൾഡറിൻ്റെ അകത്തെ രണ്ടാമത്തെ കണക്ഷൻ എടുത്തിട്ട് ന്യൂട്രലിലേക്ക് കൊടുത്താൽ മതി. അത് ന്യൂട്രൽ എല്ലാത്തിനും കോമൺ ആണ്. ബൾബ് ഹോൾഡറിന് ന്യൂട്രലിനും കോമൺ ആണ്, ഇൻഡിക്കേറ്ററിനും കോമൺ ആണ്. അപ്പോൾ അങ്ങനെ കൊടുത്താൽ മതി. ജസ്റ്റ് നിങ്ങളൊന്ന് കറക്റ്റ് ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒന്നാമത് പിന്നെ നേരത്തെ കണ്ട ആ ഡയഗ്രാം ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് കറക്റ്റായിട്ട് ആ ഡയഗ്രത്തിൻ്റെ സർക്യൂട്ട് ചെയ്യാൻ വെക്കുക. അതേമാതിരി ആ ഡയഗ്രാം ഈ ഒരു കണക്ഷനൊക്കെ നോക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇൻഡിക്കേറ്ററിലേക്ക് ന്യൂട്രലും ഫേസും വരുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ആംബിയർ മീറ്ററിലേക്ക് ഡയറക്റ്റായിട്ട് ആ യെല്ലോ കളർ വയർ ആംബിയർ മീറ്ററിനാണ് അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ആംബിയർ മീറ്ററിലേക്ക് കൊടുത്താൽ മതി.
പിന്നെ ഈ ഫേസിൻ്റെ അതായത് ഫ്യൂസിൻ്റെ അടിഭാഗത്തെ കണക്ഷനിലൂടെ പോയിട്ട് കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ആ ഹോളിലൂട്ട് എടുത്ത് പുറത്തേക്ക് ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്വിച്ചിൻ്റെ അതായത് ഇൻപുട്ട് കറണ്ട് പോയിന്റിലേക്ക് കൊടുക്കേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നാലും മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആംബിയർ കാൽക്കുലേഷൻ അവിടെ മീറ്ററിൻ്റെ അകത്തേക്ക് ഡീറ്റെയിൽ മീറ്ററിൽ നമുക്ക് അതിൻ്റെ അകത്ത് കാണിക്കുള്ളൂ. ഈ കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് കുറച്ച് കാണുമ്പോൾ കുറച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ സാധാരണ 3 കോർ വയർ, ഇത് ഈ വയർ 3 കോർ വയർ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് ഫേസ്, മറ്റേത് എർത്ത്, വേറൊന്ന് ന്യൂട്രൽ. ഇപ്പം ഫേസ് നേരെ ഫ്യൂസിലേക്ക് പോയി. അതായത് ഫ്യൂസിൽ നിന്ന് നേരെ ഫ്യൂസിൻ്റെ കണക്ഷനും കഴിഞ്ഞ് നേരെ നമ്മളെ ആംബിയർ മീറ്ററിൻ്റെ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലോട്ട് ഈ വയർ എടുത്തതിന് ശേഷം, അതായത് ഇതിലൂട്ട ഇവിടെ ഇത് ഈ ഒരു സൈഡിലൂട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു വയർ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലോട്ട് എടുത്തതിന് ശേഷം ഈ ഒരു ഇതിലൂട്ട് വന്ന് നേരെ വന്നത് നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ പോയിന്റിലേക്കാണ്. എന്നിട്ട് അവിടുന്ന് നേരെ വന്ന് ഇതിലൂട്ട് വന്ന് ഈ സ്വിച്ചിൻ്റെ പോയിന്റിലേക്കാണ്. ആ സ്വിച്ചിൻ്റെ അടിയിലത്തെ ഭാഗത്ത് നിന്ന് എടുത്തിട്ട് നമ്മൾ സോക്കറ്റിൻ്റെ ലൈനിലേക്ക്, ഫേസിലേക്ക് കൊടുത്ത് ലൈനിലേക്ക്. അതേപോലെ തന്നെ ഇവിടുന്ന് ഫേസ് നമ്മൾ ഡയറക്റ്റ് ഇവിടെ വന്ന് അതേ കണക്ഷൻ ഫേസ് തന്നെ നമ്മൾ സീരീസ് സോക്കറ്റിൻ്റെ, അതായത് സീരീസ് കണക്ഷൻ്റെ സോക്കറ്റിൻ്റെ ഫേസിലേക്ക് നമ്മൾ കൊടുത്തു. സ്വിച്ചിൻ്റെ മുകളിലത്തെ പോയിൻ്റ് കൊടുത്ത് ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് സോക്കറ്റിൻ്റെ, അതായത് ഇതിൻ്റെ ഒരു സൈഡ് കൊടുത്ത് മുകളിലത്തെ ഭാഗം, അതായത് ഈ ഒരു ഹോളിൻ്റെ അകത്ത് നിന്ന് നേരെ നമ്മൾ ഇത് കണക്റ്റഡ് അല്ല, അതിനാണ് അവിടെ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുള്ളത്. നേരെ ഹോൾഡറിൻ്റെ അകത്തേക്ക് പോയി. ഈ ഹോൾഡറിൻ്റെ അകത്തേക്ക് ന്യൂട്രൽ വരുന്നത് ഡയറക്റ്റ് ആയിരിക്കും. ഡയറക്റ്റാണ് ഹോൾഡറിൻ്റെ അകത്തേക്ക് ന്യൂട്രൽ വരുന്നത്. പിന്നെ ഇത് LED-ൻ്റെ ഇൻഡിക്കേറ്ററാണ്, DC LED ഇൻഡിക്കേറ്ററാണ്. അതിൻ്റെ പിന്നെ സർക്യൂട്ട് ഡയഗ്രാം അത് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതേമാതിരി തന്നെ ആംബിയർ മീറ്റർ, അതായത് കറക്റ്റ് ഇതിൻ്റെ എങ്ങനെയാണ് കണക്ഷൻ എന്നുള്ള ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ കണക്ഷൻ്റെ അകത്തുള്ള കാര്യങ്ങളേ ഉള്ളൂ. വേറെ കാര്യമായിട്ട് തന്നെ പ്രത്യേകമായിട്ടുള്ളൊരു കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. സാധാരണ കൊടുക്കുന്ന പോലെ തന്നെയാണ്. ഇത് മാത്രമേ ഇതാകത്തുള്ളൂ. ഫേസ് ഇന്ന് വരുന്നു, ഫ്യൂസ് കഴിഞ്ഞിട്ട് ഔട്ട് നേരെ. അതേമാതിരി തന്നെ ആംബിയർ മീറ്ററിൻ്റെ ഫേസ് ന്യൂട്രൽ നമ്മൾ ഈ ഇൻഡിക്കേറ്ററിൽ ഫേസ് ന്യൂട്രൽ വരുമല്ലോ, അവിടുന്ന് എടുത്ത് കൊടുത്താൽ മതി. ഈ കണക്ഷൻ ഡയഗ്രാം മതി കൊടുത്താൽ മതി. അതായത് ഫേസിൽ നിന്ന്, അതായത് ഇതിൻ്റെ ഫേസ്, അതായത് ഫ്യൂസിൻ്റെ ഫേസ് ഔട്ട് നമ്മൾ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലോട്ട് എടുക്കണം. എന്നിട്ട് മാത്രമാണ് നമ്മൾ ഔട്ട്പുട്ട് സ്വിച്ചിലേക്ക് കൊടുക്കേണ്ടത്. ഈ സ്വിച്ചിലേക്കും ഇവിടേക്കും, അതായത് ഇത് വഴിയാണ് ഫേസ് പോകുന്നത്. ഔട്ട്പുട്ട് ഫേസ് പോകുന്നത് ന്യൂട്രൽ കോമൺ ആണ്. ഫേസ് നമ്മൾ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വഴിയാണ് നമ്മൾ ഫേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയെല്ലാം സ്വിച്ചിൻ്റെ കണക്ഷൻ, ഫേസിൻ്റെ അകത്ത് നിന്ന് സ്വിച്ചിൻ്റെ അടിഭാഗത്തെ കണക്ഷൻ സോക്കറ്റിലേക്ക് വന്നു. സോക്കറ്റിൻ്റെ നെക്സ്റ്റ് കണക്ഷൻ നേരെ അത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഷോർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഇത് ബ്രോക്കൺ ആണോ കോയിൽ ബ്രോക്കൺ ആണോ എന്നെല്ലാം നോക്കുന്ന സമയത്ത് ന്യൂട്രൽ ഡയറക്റ്റ് എടുക്കുക കിട്ടി. ഇപ്പോൾ കൂടെ ഷോർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഫേസും കൂടി കിട്ടുന്ന സമയത്താണ് ഈ ബൾബ് ബ്രൈറ്റ് ആകുന്നത്. ഇത്രയേ ഉള്ളൂ കണക്ഷൻ. ഇത് ഡയഗ്രാം നോക്കിയിട്ട് ചെയ്യാനാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ.
അതേപോലെ ഇത് നമ്മൾ കണക്ഷൻ ഡയഗ്രാം കറക്റ്റായിട്ടൊന്ന് നമുക്ക് ഇവിടുന്ന് വരക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് ഇതിൻ്റെ പാരലൈറ്റ് തന്നെ കൊടുത്താൽ മതി. ഈ ഇൻഡിക്കേറ്ററിന് സെയിം പാരലൈറ്റ് തന്നെ കൊടുത്താൽ മതി. ഈ നമ്മളെ സ്റ്റെപ്പ് ഡൗൺ അതായത് DC LED ഇൻഡിക്കേറ്ററിന് ഇത് ഇവിടുന്ന് പാരലൈറ്റ് തന്നെ കൊടുത്താൽ മതി. അതേമാതിരി തന്നെ ആംപിയർ മീറ്ററിനും ഇതിന് ഈ ഇൻഡിക്കേറ്ററിന് പാരലൈറ്റ് കൊടുത്താൽ മതി. ബാക്കി കണക്ഷൻ മാത്രമേ ഉള്ളൂ ഒന്ന് ശ്രദ്ധിക്കേണ്ടുള്ളൂ. എല്ലാം നോക്കി കഴിഞ്ഞിട്ടാകുമ്പം പെട്ടെന്ന് മനസ്സിലാവും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വയറിൻ്റെ ഒന്നുകൂടി ഇത് പറയാം. ഇത് ലൈന് നേരെ ഫ്യൂസിലേക്ക് കൊടുത്തു. എർത്ത് അതായത് സോക്കറ്റിൻ്റെ എർത്തിലേക്ക് കൊടുത്തു. ന്യൂട്രലി കോമൺ ആണ്, സോക്കറ്റിൻ്റെ കോമണിലേക്ക് കൊടുത്തു. അത് ഇൻഡിക്കേറ്ററിലേക്ക് അതാണ് പോകുന്നത്. ഈ ഇൻഡിക്കേറ്ററിലേക്കും DC ഇൻഡിക്കേറ്ററിലേക്കും പിന്നെ AC ഇൻഡിക്കേറ്ററിലേക്കും എല്ലാം ഈ ന്യൂട്രൽ കോമൺ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും